അഞ്ചാം ക്ലാസ്സിലെ ഗണിതം വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് ഇതിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടെത്താൻ ചോദിക്കും. ചുറ്റളവും പരപ്പളവും കണ്ടെത്താൻ ചോദിക്കും. ഇതും വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ചുറ്റളവ് നോക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റോട് ചുറ്റുമുള്ള അളവാണ്. ചുറ്റുമുള്ളൊരു നീളത്തെ ചുറ്റളവ് എന്ന് പറഞ്ഞിടും. ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 1 പ്ലസ് ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 1 പ്ലസ് 5 എഴുതി. പ്ലസ് ഈ താഴോട്ടുള്ളത് 1 സെൻറ്റിമീറ്റർ ആണ്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റിൽ 1 ആയതുകൊണ്ട് ഇതും 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടിയിലേക്കുള്ളത് നമുക്ക് തന്നിട്ടില്ല, മറുവശത്തും തന്നിട്ടില്ല. ശരിക്കും ഇതിൻ്റെ ടോട്ടൽ നീളം 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്ററിൽ നിന്നും ഇവിടെ നോക്കൂ, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. ഈ 5ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പുറത്ത് 2ഉം അപ്പുറത്തും 2 ആയിരിക്കും. അപ്പോൾ 2 + 2 4 ആണ്. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി നേരെ താഴേക്കുള്ള അളവും തന്നിട്ടില്ല. നേരെ താഴേക്ക് നമുക്ക് ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരളവ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5ൽ നിന്ന് 1 പോയാൽ 4. അപ്പോൾ ഇവിടേക്ക് വേണ്ട അളവ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അത് എഴുതി. വീണ്ടും അടിയിൽ 1 സെൻറ്റിമീറ്റർ ഉണ്ട്. +1. ഇനി മുകളിലേക്ക് നമുക്ക് ഇവിടെ 4 കിട്ടിയതുകൊണ്ട് ഇവിടെയും 4 തന്നെയായിരിക്കും. അപ്പോൾ +4 എഴുതി. ഇനി ഇവിടുത്തെ അളവ് നമുക്ക് നേരത്തെ കിട്ടി, 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 എഴുതി. ഇത്രയും അളവുകളാണ് നമുക്ക് ചുറ്റോട് ചുറ്റുമുള്ള അളവ്, ചുറ്റളവ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 20 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളത് 20 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇതിനെ ചെറിയ ചതുരങ്ങളാക്കിയിട്ട് നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഇവിടെ ചതുരം 1, ചതുരം 2, ചതുരം 3, 3 ചതുരങ്ങളായിട്ട് നമ്മൾ തിരിക്കാം. 3 ചതുരങ്ങളായി തിരിച്ചിട്ട് ഈ 3 ചതുരങ്ങളുടെയും ഏരിയകൾ കണ്ടെത്തണം. എന്നിട്ട് ഇത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഇനി ഇത് തിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലും തിരിക്കാം. ഇങ്ങനെ ഒരു വരയിട്ട് തിരിക്കുകയാണെങ്കിൽ 2 ചതുരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. റെക്റ്റാങ്കിൾ 1, ചതുരം 1, ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. നീളം 5 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ. 1 × 5 5 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് അതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ചതുരത്തിൻ്റെ വീതി തന്നിട്ടുണ്ട്. നീളം നമുക്ക് ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ടോട്ടലിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ആണ് ഈ ഭാഗം. അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ 5ൽ നിന്ന് 1 പോയാൽ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് 4 ആണ്. 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ റെക്റ്റാങ്കിളിനുള്ളത്. അപ്പോൾ 1 × 4 4. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 × 5 + 1 × 4. ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ, 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും.